ലോകത്തിലെ ഏറ്റവും ക്രൂരരായ 3 ഭരണാധികാരികളെ പരിചയപ്പെടാം. ഇതിൽ മൂന്നാം സ്ഥാനം പോൾ പോട്ട്. 1975 മുതൽ 1979 വരെ കംബോഡിയ ഭരിച്ച ആളാണ് ഇദ്ദേഹം. വെറും 4 വർഷത്തിനുള്ളിൽ പോൾ പോട്ട് 2 ദശലക്ഷം ആളുകളെയാണ് ഇല്ലാതാക്കിയത്. അതായത് കംബോഡിയയിലെ ജനസംഖ്യയുടെ 1/4 ഭാഗം. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ വിദ്യാസമ്പന്നരായ ആരെയും, അതായത് അധ്യാപകർ, ഡോക്ടർ മാത്രമല്ല കണ്ണട ധരിച്ച ആളുകളെ പോലും ശത്രുക്കളായി കണക്കാക്കി ആളുകളെ ക്രൂരമായ ലേബർ ക്യാമ്പുകളിലേക്ക് നിർബന്ധിച്ചു, പീഡിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെ വർഗരഹിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. എന്നാൽ അത് ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ വംശഹത്യകളിൽ ഒന്നായി മാറി. ഇതിൽ രണ്ടാം സ്ഥാനം ജോസഫ് സ്റ്റാലിൻ. 1920 മുതൽ 1953 വരെ സോവിയറ്റ് യൂണിയനെ നയിച്ച ആളാണ് ഇത്. ഇതിനിടയിൽ 20 ദശലക്ഷത്തിലധികം ആളുകളെയാണ് അദ്ദേഹം ഇല്ലാതാക്കിയത്. ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിരവധി ആളുകൾ വധിക്കപ്പെടുകയോ ഗുലാഗുകളിലേക്ക്, അതായത് നിർബന്ധിത ലേബർ ക്യാമ്പുകളിലേക്ക് അയക്കപ്പെടുകയോ ചെയ്തു. അവിടെ പലരും പട്ടിണിയും ദുരുപയോഗവും മൂലം മരിച്ചു. ഭയം, നിരീക്ഷണം, അടിച്ചമർത്തലുകൾ എന്നിവയിലൂടെയാണ് സ്റ്റാലിന്റെ ഭരണത്തെ നിർവചിച്ചത്. ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ ഒന്നാം സ്ഥാനം അഡോൾഫ് ഹിറ്റ്ലർ. നാസി ജർമ്മനിയുടെ സ്വേച്ഛാധിപതിയായിരുന്ന ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധം ആസൂത്രണം ചെയ്തു. ലോകമെമ്പാടുമുള്ള 70 ദശലക്ഷം ആളുകളുടെ മരണത്തിന് ഇദ്ദേഹം കാരണമായി. ഹിറ്റ്ലറിന്റെ ഏറ്റവും കുപ്രസിദ്ധമായ കുറ്റകൃത്യം എന്നത് ഹോളോകോസ്റ്റ്. റോമ, വികലാംഗർ, മറ്റുള്ളവർ എന്നിവരോടൊപ്പം 6 ദശലക്ഷം ജൂതന്മാരെ ക്രമാനുഗമായി കൂട്ടക്കൊല ചെയ്ത കുറ്റകൃത്യം. ആളുകളെ വിഷവാതകം ഉപയോഗിച്ച് കൊല്ലുകയും പട്ടിണിക്കിടുകയും ചുട്ടുകൊല്ലുകയും ചെയ്ത കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഹിറ്റ്ലർ നിർമ്മിച്ചു. അഡോൾഫ് ഹിറ്റ്ലറിന്റെ ക്രൂരമായ അഭിലാഷം ലോകത്തെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായി അദ്ദേഹത്തെ മാറ്റി. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യൂ.